യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ ആലോചിച്ച് നോക്ക്. ഒരു വർഷം കഴിയുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 2024 ഡിസംബർ 31 മാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ കയറി നാട്ടിൽ ഇറങ്ങുന്ന സമയം രാത്രി 2 മണിക്കാണ്. 2 മണിക്ക് ട്രെയിൻ ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരു 25-ലധികം വരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ആഘോഷിക്കാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവരുടെ പ്രായം 15, 16, 17 വയസ്സാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഈ പാതിരാത്രി 2 മണിക്ക് ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് ബാപ്പയില്ലേ, ഉമ്മയില്ലേ? ഇവർക്ക് അരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ മഹല്ലില്ലേ, ഉസ്താദില്ലേ, പണ്ഡിതന്മാരില്ലേ? ഒരു നാട്ടിൽ ഇത്തരം ദുശ്ശീലങ്ങൾ. അവരോട് ചോദിച്ചു, മക്കളെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ടിക്കറ്റ് പോലും എടുക്കാതെ ഓടിച്ചാടി കയറുമ്പോൾ പറയാണ്, പോലീസിനെ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക മുസ്ലിം കുട്ടികളാണ്. അവർ പറഞ്ഞു, ന്യൂ ഇയർ അല്ല സാറേ, ഒന്ന് പോയി നോക്കട്ടെ. ഈ ആഘോഷത്തിരയിൽ നിന്നാണ് ലഹരിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ലഹരിയിൽ നിന്നാണ് പന്നീർ പല മ്യൂസിക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക്, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക്, വേശ്യാലയങ്ങളിലേക്ക്, DJ ടീമുകളിലേക്ക് നമ്മുടെ കുട്ടി എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്താ പഠിക്കാത്തത്? നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കാൻ. വാപ്പാക്കും അമ്മാക്കും അതിന് പറ്റിയില്ലെങ്കിൽ ഇന്ന് മൂന്നാമതൊരാൾ നാട്ടിൽ നിയന്ത്രിക്കാനില്ല. ആരോഗ്യവും ഒഴിവു സമയവും ക്രമീകരിക്കുക. യുവാക്കളെ, ചെറുപ്പക്കാരെ, ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, കുൽ മതാഉദ് ദുനിയാ ഖലീൽ. നബിയെ പറഞ്ഞു കൊടുക്ക്, ഈ ദുനിയാവെന്നത് ചെറിയ വിഭവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ആഘോഷിക്കാൻ ഇവിടെ ഒന്നുമില്ല. വൽആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. തഖ്വ പാലിച്ച് നല്ല ജീവിതം നയിക്കുന്നവർക്ക് പരലോകമാണ് ഉത്തമമായത്. വലാ തുദ്ലമൂന ഫതീല. അവിടെ ഒരാളോടും ഒരു തരിമ്പ് പോലും അല്ലാഹ് അനീതി കാണിക്കാത്തൊരു ലോകം വരാനുണ്ട്. കൃത്യമായ സ്പഷ്ടമായ പ്രതിഫലം തരുന്ന, ആവശ്യമായ ശിക്ഷാ നടപടികൾക്ക് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ലോകം വരാനുണ്ട്. ദുനിയാവ് എന്ന് പറയുന്ന ഈ ലോകമുണ്ടല്ലോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ വിഭവമാണ്. ഇതിൽ വീണു പോകരുത്. കരക്ക് കയറാൻ കഴിയില്ല. ചില തിന്മകളിൽ നിന്ന്, ചില പാപങ്ങളിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയാത്ത വിധം സ്കൂൾ പ്രായം മുതൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും അതുപോലെ ടെൻഷനും ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. തിന്മകളിൽ പെട്ടിട്ട് മാത്രം കുടുങ്ങിപ്പോയ എത്രയോ A+കാരുടെ ജീവിത കഥകൾ നമുക്ക് പറയാനുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം, അവരുടെ സമയം ഉപയോഗപ്പെടുത്തണം. രാത്രികാലങ്ങളിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന ഉറപ്പ് നൽകണം. സ്ട്രിക്റ്റായി പറയേണ്ടടുത്തത് പറയണം. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. അൻശബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് എവിടെ ചെലവാക്കി, എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട്. 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് 5 കാര്യം നന്നായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ അതിൽ ആദ്യം പറഞ്ഞത് ഹയാതക ഖബ്ല മൗതിക, മരിക്കണതിന്റെ മുമ്പ് ജീവിതം നന്നാക്കിക്കോ. പിന്നൊരു ചാൻസ് ഇല്ല. മരിക്കണതിന്റെ മുമ്പ് ജീവിതം നന്നാക്കിക്കോ. രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യം ഉപയോഗിച്ചോ. ഒഴിവു സമയങ്ങൾ തിരക്കാകണതിന്റെ മുമ്പ് ഉപയോഗിച്ചോ. വശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യൗവനം, യുവത്വം നന്നായി ഉപയോഗിച്ചോ. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ ഐശ്വര്യം നന്നായി ഉപയോഗിച്ചോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കൊരു മതമുണ്ട്. നമ്മളെ മതം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വേറെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. വാപ്പാര് മക്കൾക്ക് ദീനാണ് പ്രാധാന്യത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന് നമ്മുടെ മക്കൾ ദീൻ എന്ന, ഇസ്ലാം എന്ന ദീനിനെ മാറ്റി അവരൊരു പുതിയ മതത്തിന്റെ കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലിബറൽ മതമാണ് അതിന്റെ പേര്. ആ മതത്തിൽ എന്തൊക്കെയുണ്ട്? എല്ലാം അവർക്ക് അനുവദനീയമാക്കപ്പെട്ടവർക്ക് മ്യൂസിക് ഉണ്ട്. പ്രിയപ്പെട്ട കാരണവന്മാർ പോലും ഇതിനകത്തുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ബർത്ത്ഡേ ആഘോഷങ്ങളുണ്ട്. ആശംസിക്കാൻ പാടില്ലാത്തടത്ത് ആശംസ ഇട്ട് കൊടുക്കും. അവൻ വലിയ സൗഹാർദ്ദം കാണിക്കാനാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പിന്റെ അതിപ്രസരമുണ്ട്.
എന്തിനേറെ പള്ള കാണലും അതുപോലെ തന്നെ മിഠായി കൊടുക്കലും കല്യാണ ആഘോഷങ്ങളും. മിഠായി കൊടുത്താൽ പോരാ, ബുർജ് ഖലീഫയാകണം, താജ്മഹൽ ആവണം, കുതുബ് മിനാർ ആകണം. ലക്ഷങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പണം കൊഴുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ പെരുകുകയാണ്. ആഘോഷങ്ങൾ വീട്ടിൽ ചെറുതുണ്ടായാൽ മതി, കുട്ടിയുടെ ചേലാകർമ്മം ചെയ്ത സുന്നത്ത് കല്യാണം വരെ പന്തലിട്ട് ആഘോഷിക്കുന്ന പുതിയ മുസ്ലിം തലമുറ. വേണ്ട, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയതിന്റെ കുളിക്കല്യാണം ആഘോഷിക്കാൻ തുടങ്ങി. കാസർഗോഡും കണ്ണൂരിലേക്കും അത് കടന്നു വരാൻ തുടങ്ങി. ഒന്നുമില്ല, എന്തും ചെയ്യും, എങ്ങനെയും ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിതാക്കളെ, അള്ളാന്റെ ദീന് വിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും മുസീബത്തുകളിലേക്ക് ചെന്നുപെട്ടാൽ കരക്ക് കയറാൻ, നീന്തി കയറാൻ പറ്റാത്ത ആഴങ്ങളിലേക്കാണ് പോകുന്നത് എന്ന ആ വിനാശകരമായ അപകടകരമായ അവസ്ഥയെ നമ്മൾ ഈ സമൂഹം ഒന്നടങ്കം തിരിച്ചറിയണം. ഒരുപക്ഷെ പക്വത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രായം കൊണ്ടും നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാവരുത്, എല്ലാവരും അങ്ങനെയാകരുത്. എൻ്റെ സമുദായത്തിനെ ചപ്പുചണ്ടി കണക്കിന്, അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിനെ കഴുകന്മാർ വേട്ടയാടുന്ന പോലെ എൻ്റെ ഉമ്മത്തിനിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രേമവും വേട്ടയാടപ്പെട്ടാൽ എൻ്റെ ഉമ്മത്ത് നശിച്ചു എന്നാണ് അതിനർത്ഥം.